ഓപ്പറേഷൻ ആഗിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഇതുവരെ അറസ്റ്റിലായത് 243 ക്രിമിനൽ കേസ് പ്രതികൾ. 5 പേർക്കെതിരെ കാപ്പ ചുമത്തി. ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട 53 പേരെ കരുതൽ തടങ്കലിലാക്കി. ഓപ്പറേഷൻ ആഗ് വിലയിരുത്താൻ പ്രത്യേക യോഗം ചേർന്നു. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, ഇന്നലെ മുതലാണ് വിവിധ ഇടങ്ങളിൽ തലസ്ഥാനത്തുൾപ്പെടെ വിവിധ ജില്ലകളിൽ വ്യാപക പരിശോധന തുടങ്ങിയത്. ഇപ്പോൾ അതിന്റെ നടപടികൾ എപ്രകാരമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളതെന്നതാണ്. അനുജ, നമുക്കറിയാവുന്ന പോലെ തന്നെ സംസ്ഥാനത്ത് ഗുണ്ടാക്രമണ സംഭവങ്ങൾ വർദ്ധിച്ച പശ്ചാത്തലത്തിലായിരുന്നു പോലീസ് വീണ്ടും ഓപ്പറേഷൻ ആഗുമായി രംഗത്തെത്തിയത്. ഇന്നലെ പുലർച്ചെ മുതൽ ഏതാണ്ട് രാത്രി വരെ പോലീസ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഗുണ്ടകൾക്ക് വേണ്ടി തിരച്ചിലടക്കമുള്ള കാര്യങ്ങൾ നടത്തി. ഇതിൽ 90 പേർക്കെതിരെ, അതായത് ഈ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട 90 പേർക്കെതിരെയും വാറണ്ട് കേസിൽ പ്രതികളായ 153 പേർക്കെതിരെയും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. 53 പേരെയാണ് കരുതൽ തടങ്കലിലാക്കിയത്. 5 പേർക്കെതിരെ കാപ്പ നിയമപ്രകാരം നടപടിയെടുക്കുകയും ചെയ്തു. ഈ സ്പെഷ്യൽ ഡ്രൈവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്താൻ പോലീസ് ആസ്ഥാനത്ത് സംസ്ഥാന പോലീസ് മേധാവിയുടെ അധ്യക്ഷതയിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം ചേർന്നു. സമാധാന അന്തരീക്ഷം തകർക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ യോഗത്തിൽ DGP നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സോണൽ ഐജിമാരും റേഞ്ച് DIGമാരും ഉൾപ്പെടെയുള്ള പോലീസുകാരാണ് പങ്കെടുത്തത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങളിൽ അടിയന്തര നിയമ നടപടി വേണം. മാത്രമല്ല, ഗുരുതര കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടെടുക്കുന്ന കേസുകളിലും സെൻസേഷണൽ കേസുകളിലും ജില്ലാ പോലീസ് മേധാവിമാർ വ്യക്തിപരമായ ശ്രദ്ധ പതിപ്പിക്കണം. ഇത്തരം കേസുകളിൽ പ്രതികളെ പിടികൂടുന്നതിന് കൃത്യമായ ഇടവേളകളിൽ അവലോകന യോഗങ്ങൾ ചേരണം. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും മയക്കുമരുന്ന് വിൽക്കുന്നവർക്കും അവ ഉപയോഗിക്കുന്നവർക്കുമെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും സംശയകരമായ ഇടപെടൽ നടത്തുന്നവരുടെ സൈബർ ഇടങ്ങൾ പോലീസ് നിരീക്ഷണത്തിലാക്കണമെന്നും ഇന്ന് DGP നിർദ്ദേശം നൽകി. കൂടാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ദിവസം സംസ്ഥാനത്ത് പഴുതടച്ച സുരക്ഷ ഉറപ്പാക്കണമെന്നും ക്രമസമാധാന അന്തരീക്ഷം ഉറപ്പുവരുത്തണമെന്നും DGP യോഗത്തിൽ നിർദ്ദേശം നൽകി. ഓപ്പറേഷൻ ആഗിന്റെ ഭാഗമായി ഉണ്ടായ നടപടിയുടെ വിവരങ്ങളാണ് ഷഫീദ് റാവുത്തർ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.